ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മന്ത്ര സാരി ഡ്രിപ്പിംഗ് സ്റ്റുഡിയോ. ദാവണി എങ്ങനെ ഉടുക്കാമെന്നും ദാവണി ഉടുക്കുമ്പോഴും സെലക്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. പൊക്കം കുറഞ്ഞ വണ്ണമുള്ളവർക്കും പൊക്കം കൂടി മെലിഞ്ഞവരും ദാവണി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പൊക്കം കൂടി മെലിഞ്ഞവർ ദാവണി സെലക്ട് ചെയ്യുന്ന സമയത്ത് ദാവണിയുടെ അണ്ടർസ്കേർട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അണ്ടർസ്കേർട്ട് എപ്പോഴും ഒരു സോളിഡ് അണ്ടർസ്കേർട്ട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഓൺലൈനിലും അത് അവൈലബിൾ ആണ്. അപ്പോൾ സോളിഡ് ആയിട്ടുള്ള അണ്ടർസ്കേർട്ടുകൾ കിട്ടും. സോളിഡ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാവാട ഓൾറെഡി പഫി ആയിട്ടിരിക്കും. അതുപോലുള്ള അണ്ടർസ്കേർട്ടുകൾ വാങ്ങി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ദാവണിയുടെ സ്കേർട്ട് വന്നിട്ട് എപ്പോഴും വൈഡ് ബോർഡർ ആയിരിക്കണം. അതായത് ഇതുപോലെ വീതിയുള്ള വൈഡ് ബോർഡറുകളാണെങ്കിൽ അധികം ഹൈറ്റ് ഉണ്ടെങ്കിൽ പോലും അത് ഹൈറ്റ് കുറയ്ക്കാൻ സഹായിക്കും. നമ്മുടെ ബോർഡറിൻ്റെ വലിപ്പം എത്ര കൂടുന്നോ അത്രയും നമ്മുടെ ഹൈറ്റ് കുറഞ്ഞു തോന്നിക്കും, വണ്ണവും കൂടുതൽ തോന്നിക്കും. അപ്പോൾ ദാവണിയുടെ അണ്ടർസ്കേർട്ടിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ വീതിയുള്ള ബോർഡർ സ്കേർട്ട് നോക്കി സെലക്ട് ചെയ്യുക, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അധികം വർക്കുകൾ, വലിയ പ്രിൻ്റുള്ള സ്കേർട്ടുകൾ ഇതെല്ലാം യൂസ് ചെയ്യാം. അവർക്ക് പൊക്കം കുറഞ്ഞ് കാണിക്കുകയും ചെയ്യും, വണ്ണം കൂടുതൽ കാണിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ബ്ലൗസ് ശ്രദ്ധിക്കുന്നത്, ഈ പൊക്കം കൂടി മെലിഞ്ഞവർ എപ്പോഴും ഹൈ നെക്ക് ടൈപ്പ്, അതായത് ബോട്ട് നെക്ക്, ഹൈ നെക്ക്, അതായത് ഷോൾഡറിന് കയറിയിരിക്കുന്ന ബ്ലൗസ് ടൈപ്പ് സ്റ്റിച്ചിങ് ബ്ലൗസിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് വണ്ണം കൂടുതൽ തോന്നിക്കും. അതുപോലെ തന്നെ സ്ലീവ് എപ്പോഴും ഷോർട്ട് സ്ലീവിൽ കൊടുക്കാനും ശ്രദ്ധിക്കുക. എന്നിട്ട് പൊക്കം കൂടി മെലിഞ്ഞവർ ദാവണിയിൽ ഷോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ വൈഡ് ബോർഡറുള്ള ഷോൾ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ദാവണിയുടെ രണ്ട് സൈഡിലും വൈഡ് ബോർഡറാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ വൈറ്റ് ബോർഡറാണ് വന്നിട്ടുള്ളത്. ഇതുപോലുള്ള ഷോളുകൾ ഉള്ള ദാവണികൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് പൊക്കം കൂടി മെലിഞ്ഞവർക്കുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ വൈറ്റ് ബോർഡർ ആകുമ്പോൾ നമ്മൾ ഈ സൈഡിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഹൈറ്റ് കുറഞ്ഞ് വണ്ണം കൂടുതൽ തോന്നിക്കാൻ ഇത് സഹായിക്കും, ഈ വൈറ്റ് ബോർഡർ. അപ്പോൾ ഷോളിൻ്റെ കാര്യത്തിലും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ വൈറ്റ് ബോർഡർ വരുന്ന ടൈപ്പ് ദാവണികൾ ശ്രദ്ധിക്കാൻ. സ്കേർട്ടിലും ഷോളിലും ഇതുപോലെ വൈറ്റ് ബോർഡർ വരുന്ന ദാവണിയുടെ ഷോളുകൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്കേർട്ടിലും വൈറ്റ് ബോർഡർ വേണം, ഷോളിലും വൈറ്റ് ബോർഡർ വേണം. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ടൈപ്പ്, അതായത് ഡബിൾ കളറിൽ വരുന്ന ടൈപ്പ് ദാവണികളും ഇവർക്ക് ചേരും. പക്ഷേ ബോർഡർ വീതി ഉണ്ടായിരിക്കണം. ഇതുപോലെ വീതിയുള്ള ബോർഡർ വരികയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് വണ്ണവും തോന്നിക്കും, ഹൈറ്റും കുറഞ്ഞു തോന്നിക്കും. ഇനി നമുക്ക് പൊക്കം കുറഞ്ഞിട്ട് വണ്ണം കൂടിയവർക്കുള്ള ടിപ്സുകളാണ് പറയുന്നത്. അവർ ദാവണിക്ക് അണ്ടർസ്കേർട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഷേപ്പ് വെയർ പോലുള്ള അണ്ടർസ്കേർട്ടുകൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ടുള്ള ഷേപ്പ് വെയറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് മാക്സിമം ഷേപ്പ് വെയർ തന്നെ അണ്ടർസ്കേർട്ടായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അവരുടെ മെലിഞ്ഞ്, അതായത് ഹിപ്പ് സൈസൊക്കെ മെലിഞ്ഞ് ഫീൽ ചെയ്യാൻ അത് സഹായിക്കും. അടുത്തത്, ദാവണിയുടെ സ്കേർട്ട് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും നാരോ ബോർഡർ, അതായത് ഇതുപോലുള്ള നാരോ ബോർഡർ ആയിരിക്കണം സ്കേർട്ടിൻ്റെ ബോർഡറായിട്ട് വരുന്നത്. നാരോ ബോർഡറുള്ള സ്കേർട്ടുകൾ സെലക്ട് ചെയ്യുക. മാക്സിമം പ്രിൻ്റ്, വലിയ വലിയ ഡിസൈൻസ് ഇതെല്ലാം ഒഴിവാക്കുക. പ്ലെയിൻ വിത്ത് ബോർഡറോ അല്ലെങ്കിൽ കുഞ്ഞു പ്രിൻ്റുള്ള സ്കേർട്ടുകളോ എടുക്കാൻ ശ്രദ്ധിക്കുക. പ്ലെയിൻ വിത്ത് ബോർഡർ ആയിരിക്കും അവർക്ക് കുറച്ചുകൂടി ചെയ്യുന്നത്. പക്ഷേ ബോർഡർ എപ്പോഴും നാരോ ആയിരിക്കണം. പൊക്കം കുറഞ്ഞിട്ട് വണ്ണമുള്ളവർക്ക് വേണ്ടിയിട്ടായി പറയുന്നത് നാരോ ബോർഡർ, അല്ലെങ്കിൽ ബോർഡർലെസ് ആയിട്ടുള്ള സ്കേർട്ടുകളായിരിക്കണം ദാവണിക്ക് സെലക്ട് ചെയ്യേണ്ടത്. അടുത്ത് ബ്ലൗസിൻ്റെ കാര്യത്തിൽ വണ്ണം കൂടുതലുള്ളവർ എപ്പോഴും ബ്ലൗസ് വൈഡാക്കി സ്റ്റിച്ച് ചെയ്യാം. വലിയ ഇറക്കി വെട്ടിയ കഴുത്തുകളായിരിക്കും ഇവർക്ക് കൂടുതൽ ചേരുന്നത്. എൽബോ സൈസ് അല്ലെങ്കിൽ 3/4 ടൈപ്പ് ബ്ലൗസുകൾ സ്ലീവിൽ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അവരുടെ ഷോളിൻ്റെ കാര്യം, ഷോള് എപ്പോഴും ഇതുപോലെ വൈറ്റ് ബോർഡർ എടുക്കരുത്. നാരോ ആയിട്ടുള്ള ഈ ടൈപ്പ് ബോർഡർ തന്നെ ആയിരിക്കണം അവർക്ക് ഈ ഭാഗത്ത് വരുന്നത്. ഈ ഭാഗത്ത് മാക്സിമം നാരോ ബോർഡർ വരുന്ന ഷോളുകൾ ശ്രദ്ധിക്കുക. നമ്മൾ ഹിപ്പിൻ്റെ സൈഡ് കൊടുക്കുന്ന സമയത്ത്
ഇതുപോലെ ഹിപ്പിൻ്റെ സൈഡ് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നേരോ ആയിട്ടുള്ള ബോർഡർ ആയിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. ഈ സൈഡിൽ ഇതിപ്പോൾ വൈറ്റ് ബോർഡറാണ്, ഈ ഷോള് ഓൾറെഡി വൈറ്റ് ബോർഡറാണ്. അപ്പോൾ പൊക്കം കുറഞ്ഞിട്ട് വണ്ണം കൂടുതലുള്ളവർ എപ്പോഴും ഇതുപോലുള്ള നേരോ ബോർഡർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഷോളുകൾ സിമ്പിൾ ഡിസൈനുള്ള പ്ലെയിൻ വിത്ത് ബോർഡർ ആണെങ്കിലും കുഴപ്പമില്ല, സിമ്പിൾ ഡിസൈൻ ആയിരിക്കണം, വളരെ ചെറിയ ഡിസൈനും ആയിരിക്കണം. അതുപോലെ ഇതുപോലുള്ള നാരോ ബോർഡർ ആയിരിക്കണം 4 വശത്തും വരേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഷോളുകൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പഫ് വെച്ചിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, ഹൈറ്റ് തോന്നിക്കാൻ നല്ലതാണത്. അതുപോലെ ചപ്പലിൻ്റെ കാര്യത്തിൽ ചെരുപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് പോയിൻറ്റഡ് ഹീലല്ല യൂസ് ചെയ്യേണ്ടത്, ഫ്ലാറ്റ് ആയിട്ടുള്ള ഹീൽ ടൈപ്പ് ചെരുപ്പുകളുണ്ട്. പോയിൻറ്റഡ് ഹീലൊക്കെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഹീൽ ടൈപ്പ് ചെരുപ്പുകൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഇത് ഡ്രേപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ പൊക്കം കൂടി മെലിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ഷോളാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര പ്ലീറ്റിലാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും പ്ലീറ്റിൽ ഇതിൻ്റെ അപ്പർ പ്ലീറ്റ് അറേഞ്ച് ചെയ്യുക. ചെയ്ത ശേഷം ഇവിടെ ഒരു വിങ് കൊടുക്കുക. ബാക്കി ഇതുപോലെ കൈ കൊണ്ട് ഇതുപോലെ ഇത് ഉയർത്തി പിടിച്ചതിന് ശേഷം വീണ്ടും പ്ലീറ്റ് എടുത്ത് അറേഞ്ച് ചെയ്ത ശേഷം ഷോൾഡറിലേക്ക് ഇടുക. ഷോൾഡറിലേക്ക് ഇട്ടിട്ട് നമുക്ക് പുറത്ത് വശത്ത് വേണ്ടെന്നുള്ള ഇറക്കം കാൽക്കുലേറ്റ് ചെയ്യുക. വീണ്ടും ഇതുപോലെ തന്നെ ഷോൾഡറിലിട്ടിട്ട് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തെടുക്കുക. എടുത്ത ശേഷം വീണ്ടും പുറകിലേക്ക് ഇടുക. പുറകിലേക്ക് ഇടുമ്പോൾ നമ്മൾ ഇടയ്ക്ക് നോക്കുക ഇതിൻ്റെ ഇറക്കം നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്തിയിട്ടുണ്ടോ നോക്കുക. അതായത് ഈ ഷോൾ എപ്പോഴും ഞാൻ സാരി ഉടുക്കുമ്പോഴും പറയുന്ന കാര്യമാണ്, ഷോളിൻ്റെ ഇറക്കം എപ്പോഴും നെയ്ക്കും കാഫിനും, അതായത് മുട്ടിനും നമ്മുടെ കാലിൻ്റെയും മുട്ടിന് തൊട്ട് താഴെ ആയിട്ട് വേണം നിർത്തേണ്ടത് ഇറക്കം, എന്നാൽ മാത്രമേ ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിതുപോലെ എടുത്ത ശേഷം എനിക്കിപ്പോൾ കുറച്ചുകൂടെ ഇറങ്ങണം. എടുത്ത ശേഷം ഇത് അറേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഇറക്കം കാൽക്കുലേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇത് ഷോൾഡറിൽ ഒരു പിൻ ചെയ്ത് ഫിക്സ് ചെയ്യുക. അതുപോലെ നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ഈ മുന്താണിയുടെ ഷോളിൻ്റെ മറ്റു അറ്റം ഇതുപോലെ ഒന്ന് പിടിച്ച് നോക്കുക. ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്യാൻ നോക്കുക. നോക്കിയിട്ട് ഇതിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം പുറകു വശത്തെ ലെങ്ത് കൂട്ടേണ്ടത്. നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ മുന്താണിയുടെ മറ്റേ അറ്റം നമ്മൾ പിടിച്ച് ഇവിടെ ഒന്ന് വയ്ക്കുക. ഇവിടെ വച്ചിട്ട് ഇവിടെ കറക്റ്റ് ആക്കിയതിന് ശേഷം വേണം മുന്താണിയുടെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ ഇത് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. ശേഷം നമുക്ക് അപ്പർ പ്ലേറ്റ് അറേഞ്ച് ചെയ്യാം. ഒന്ന് ടൈറ്റ് ആക്കിയ ശേഷം അപ്പർ പ്ലേറ്റ് അറേഞ്ച് ചെയ്ത് ഞാൻ അപ്പർ പ്ലേറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കിയതിന് ശേഷം നമുക്ക് പിൻ ചെയ്തെടുക്കാം. പൊക്കം കൂടിയിട്ട് വണ്ണം കുറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉടുപ്പിച്ചിരിക്കുന്നത്. എൻ്റെ ഇപ്പോൾ ഈ ഷോള് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഷോള് സെലക്ട് ചെയ്യുമ്പോൾ ഈ 4 സൈഡിലും വൈറ്റ് ബോർഡർ വരുന്ന ടൈപ്പ് ഷോളുകൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഭാഗത്ത് ഇത്ര നേരം അവിടെ കുറച്ചുകൂടെ വീതിയുള്ള ബോർഡർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വണ്ണം തോന്നിക്കും. അപ്പോൾ നിങ്ങൾ അതുപോലുള്ള ഷോളുകൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ബോർഡർ നിങ്ങൾക്ക് ഓക്കെയാണ്, പക്ഷേ ഈ ബോർഡറിൻ്റെ ഈ ഭാഗത്ത് കുറച്ചുകൂടെ വീതി വരുന്ന ടൈപ്പ് ബോർഡറുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് പൊക്കം കൂടിയിട്ട് മെലിഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പൊക്കം കുറഞ്ഞിട്ട് വണ്ണമുള്ളവർക്ക് ഈ ബോർഡർ, ഇത് നാരോ ബോർഡറാണ്, ഈ ബോർഡർ നിങ്ങൾക്ക് കറക്റ്റാണ്. പക്ഷേ ഈ ഭാഗത്തുള്ള ഇത്രയും വൈഡ്നെസ് ഈ ബോർഡറിന് വേണ്ട. പകരം ഈ ബോർഡറിൻ്റെ സൈസ് കുറയ്ക്കുക. ഇതേ ബോർഡർ തന്നെ ഈ ഭാഗത്തും വരികയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വണ്ണം കുറഞ്ഞ് പൊക്കം കൂടുതലും തോന്നിക്കും. ഞാൻ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. എന്നാൽ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ നാരോ ബോർഡറാക്കി മാറ്റിയതാണ്. അപ്പോൾ ഇതുപോലെ നാരോ ബോർഡറായിട്ടുള്ള ഷോളുകൾ പൊക്കം കുറഞ്ഞിട്ട് വണ്ണം കൂടിയവർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അവരൊരിക്കലും വൈറ്റ് ബോർഡർ സെലക്ട് ചെയ്യല്. ഇതുപോലെ നാരോ ബോർഡർ തന്നെ അപ്പർ പ്ലീറ്റിനും സൈഡ് ഹിപ്പിൻ്റെ അവിടെയൊക്കെ നാരോ ബോർഡറിലുള്ള ഷോളുകളുള്ള ധാവണികൾ സെലക്ട് ചെയ്യുക. അതുപോലെ ഇവരുടെ ഓർണമെൻറ്റ്സ്, അതായത് പൊക്കം കുറഞ്ഞിട്ട് വണ്ണം കൂടിയവർ എപ്പോഴും ലോങ് ആയിട്ടുള്ള കമ്മലുകൾ യൂസ് ചെയ്യുക, ഇറക്കമുള്ള മാലകൾ യൂസ് ചെയ്യുക, അതായത് നന്നായിട്ട് ഇറങ്ങിക്കിടക്കുന്ന മാലകൾ യൂസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ ഹെയർ സ്റ്റൈൽ പഫ് ചെയ്ത് കെട്ടാൻ നോക്കുക. ഇതൊക്കെ ഇവർക്ക് എപ്പോഴും ഹൈറ്റ് കൂടുതൽ തോന്നിക്കും. അതുപോലെ പൊക്കം കൂടിയിട്ട് മെലിഞ്ഞവരെപ്പോഴും ചോക്കർ ടൈപ്പ് നെക്ലസ്സുകൾ
വൈഡായിട്ടുള്ള നെക്ലസ്സുകൾ, പിന്നെ വട്ടക്കമ്മൽ, പിന്നെ വട്ടക്കമ്മൽ ചെറിയ ഹാങ്ങിങ് വരുന്ന ടൈപ്പ് ഇതുപോലുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വണ്ണവും തോന്നിക്കും, ഹൈറ്റ് കുറഞ്ഞും തോന്നിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ധാവണി സെലക്ട് ചെയ്യുമ്പോഴും ഉടുക്കുമ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. സംശയമുള്ളവർക്ക് എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. സാരി ഡ്രൈപ്പിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസ്സസൊക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.